നേരം പരപര വെളുത്തു. ഉച്ചയായി. ദാ ഇപ്പം വൈകുന്നേരം. നല്ല തെളിഞ്ഞ ആകാശവും ഇളഞ്ചൂടും. 3 മണി എന്നൊക്കെ പറയുമ്പം ചെറിയൊരു മയക്കം തോന്നുന്ന സമയമാണ് അല്ലേ? ചിലർക്കൊക്കെ കാപ്പി കുടിച്ചിരിക്കാനൊക്കെ തോന്നുന്ന സമയവും. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ചേട്ടനും അനിയനും എന്തോ വഴക്ക് കൂടിയിരിക്കുന്ന മട്ടുണ്ട്. ഇവിടെ ഒരാളാണെങ്കിൽ ഉറക്കത്തിലും ഫുഡേ എന്നുള്ളൊരു വിചാരത്തിലാണ്. ഇളം വെയിലടിച്ചപ്പം എന്താ ബ്രൂണോയുടെ രോമം എല്ലാം നന്നായിട്ട് അങ്ങ് വെട്ടിത്തിളങ്ങുക. ഇവനെ കാണുമ്പോൾ ചിലർക്കൊക്കെ പേടി തോന്നും. ഇതുപോലെ. പക്ഷെ ആളൊരു പഞ്ചപാവാണ്. എന്തൊക്കെയോ ഇരുന്ന് വായനയിലാണ്. വായിച്ച് ഉറക്കം വന്നിട്ടാണെങ്കിൽ യാതൊരു രക്ഷയില്ല. ആ ഉറക്കച്ചടം ഒന്ന് മാറ്റാൻ ചെറിയൊരു ചായ ആയാലോ? എന്തേലും പണിയാന്ന് ഉറക്കത്തിലാണല്ലോ അവൻ തിരിച്ചറിയും. ദാ ഏറ്റു വരുന്നു. ആൺപിള്ളേർക്ക് അമ്മയെ കൂടുതൽ ഇഷ്ടമുണ്ടാണോ അതോ പെൺപിള്ളേരും ഇങ്ങനെയാണോ? എപ്പോഴും പുറകെ. അവസാനം അവൻ കൊച്ചച്ഛൻ്റെ വണ്ടി ഇരിപ്പിടമാക്കിയെടുത്തു. വൈകുന്നേരം ഇങ്ങോട്ടേക്ക് നടക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. വന്ന ആവേശമൊന്നും പോകാൻ കാണത്തില്ല. ഇത് നമ്മുടെ പുതിയ കൂട്ടുകാരാ. എത്ര തവണ കയറ്റി വെച്ചാലും പിന്നെയും നിലത്തോടെ നിരന്നിടുന്ന സാധനങ്ങളാണ്. വൈകുന്നേര സമയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിസി ആവുന്ന സമയം. അടിയും വാരും തൊടയും. അപ്പം മിണ്ടിയിരിക്കാൻ സമയമില്ല, നമുക്ക് പണിയുണ്ട്.
രാത്രി ഒരു കറി കൂട്ടി മാത്രമേ ചോറുണ്ണൂ എന്ന് തീരുമാനമെടുത്തു. അപ്പം നാളെ നമുക്ക് പയറ് കറിയാണേ, അത് ഇന്നങ്ങ് അരിഞ്ഞ് വെച്ചാലോ. അപ്പോൾ ന്യൂ ഇയർ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു വിളിച്ചോ? ന്യൂ ഇയർ പ്രമാണിച്ച് ഞാൻ കുറച്ച് ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട്. മൈ ന്യൂ ഇയർ ഗോൾസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രിക്ക് ഒരു കറിയൊക്കെ. പക്ഷെ ബാക്കി എല്ലാവർക്കും 2-3 കൂട്ടം കറികൾ കാണും. ഇനി പാത്രം കൂടി കഴുകിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ശുഭം. വേഗം കഴുകിയാലേ 10 എനിക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ന്യൂ ഇയർ ഗോളിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ ഉണർന്നു കഴിഞ്ഞും രാത്രി കിടക്കുന്നതിന് മുമ്പും നോ മൊബൈൽ.